വെൽക്കം ടു ദ സെക്കൻഡ് ഡേ ഓഫ് അവർ കുംഭകോണം റോഡ് ട്രിപ്പ് സീരീസ്. സോ പഴനിയിൽ നിന്ന് രാവിലെ തന്നെ ഞങ്ങൾ ചിട്ടനാട് എത്തിയിട്ടോ. ആദ്യത്തെ ടാസ്ക് നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. ഒന്നെങ്കിൽ ഓവർ പ്രൈസ്ഡ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര ശോകം. ഫൈനലി ഗൂഗിൾ മാപ്സ് തപ്പിപ്പിടിച്ചിട്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു കേട്ടോ. ആൻഡ് ദെൻ അവിടെ അഫോർഡബിൾ റേറ്റ്സിൽ റൂംസും അവൈലബിൾ ആണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ദ ഫേമസ് ചിട്ടനാട് മാൻഷൻസ് കാണാനിറങ്ങി. ഇവിടെ ഓരോ വീടുകളിലും കയറണമെങ്കിൽ 50 റുപ്പീസ് ആട്ടോ എൻട്രി ഫീ ആയിട്ട് വാങ്ങണേ. രുചിപ്പെരുമ കൊണ്ടാണ് ചെട്ടിനാട് ലോക പ്രശസ്തമായത്. കൂടാതെ ഇവിടെ നിരവധി ക്ഷേത്രങ്ങളും മനോഹരമായ മണിമാളികളും ചെട്ടിനാടിൻ്റെ സവിശേഷതകളാണ്. കച്ചവടക്കാരെ ചെട്ടിയാന്മാർക്ക് വിദേശ രാജ്യങ്ങളുമായി കച്ചവട ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭവനങ്ങൾ നിർമ്മിക്കുമ്പോൾ ആ രാജ്യങ്ങളിലെ നിർമ്മിതികളുടെ സവിശേഷതകൾ കൂടി തങ്ങളുടെ ഭവന നിർമ്മാണത്തിൽ ചേർക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ബർമീസ് തേക്കും ഇറ്റാലിയൻ മാർബിളും ജാപ്പനീസ് തറയോടുമൊക്കെ നമുക്ക് ഈ ഭവനങ്ങളിൽ കാണാൻ സാധിക്കും. പിന്നീട് ഞങ്ങൾ പോയത് ആത്തൻകുടി പാലസ് കാണാനാട്ടോ. ആത്തൻകുടി പാലസ് ചെട്ടിനാട് വാസ്തുവിദ്യയുടെ ഒരു മികച്ച ഉദാഹരണമാണ്. ആത്തൻകുടി ഗ്രാമത്തിലെ ഈ ഒരു കൊട്ടാരം ചെട്ടിനാട്ടിലെ ഏറ്റവും സമ്പന്നമായ മാളികകളിൽ ഒന്നാണ്. പൊതുജനങ്ങൾക്കായി തുറന്നിരിക്കുന്ന സംരക്ഷിത ഭവനങ്ങളിൽ ഒന്നുകൂടിയാണ് ഇത്. ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ഇവിടുത്തെ ഫേമസ് ചെട്ടിനാട് ക്വിസീൻസ് ട്രൈ ചെയ്യാം. ഓൾസോ ഇവിടുത്തെ ആത്തൻകുടി ടൈൽ മേക്കിംഗ് ഫാക്ടറീസും വിസിറ്റ് ചെയ്യാം കേട്ടോ. ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം ടെമ്പിൾ വിസിറ്റ് ആയതുകൊണ്ട് ഇത് രണ്ടും ഞങ്ങൾക്ക് മിസ്സായി. സോ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ തഞ്ചാവൂരാണ് കേട്ടോ. സെക്കൻഡ് ഡേയിലെ വിശേഷങ്ങൾ ഇനിയും ഉണ്ട്. തഞ്ചാവൂരിലെ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് റീലിൽ കാണാം കേട്ടോ.